കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. പിന്നെ ഏത് കാലഘട്ടത്തെ ഒറ്റ ഇരിപ്പിന് 44 പെഗ്ഗൊക്കെ അടിച്ചിരുന്ന അതിച്ചിരി കൂടുതലല്ലേ? ആദ്യകാലത്ത് ഇറങ്ങിയ കാസറ്റിൽ 2 കുപ്പിയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. സിനിമയിൽ വന്ന ആദ്യ കാലഘട്ടം ഉണ്ടല്ലോ, 85, 86, 87 കാലഘട്ടത്തിലാണ് അതങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. എന്ന് വെച്ചാല് അന്ന് ഈ വെറുതെ രാവിലെ മുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്ന് വെച്ചാല് റൂമിൽ പോക്കില്ല, വീട്ടിൽ പോക്കില്ല, ഒന്നുമില്ലല്ലോ. അപ്പൊ ചില വീക്ക്നെസ്സുകളൊക്കെ ആകാം. ഈ ടെൻഷന്റെ ഇടയിൽ ചില റിലാക്സേഷൻ ഒക്കെ വേണ്ടേ? ഏത് എൻ്റെ അടുത്ത് എൻ്റെ അമ്മാവനുണ്ട്. അമ്മാവനോട് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവാണ്, കോട്ടയത്തിരുന്ന. അപ്പുറം എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെ നീ ഒരു ജന്മത്തിന് മേലുള്ള കുടിച്ചിട്ടുണ്ട്, ഇനി നീ കഴിക്കരുതെന്ന് പറഞ്ഞു. നിനക്ക് അതിന് സാധിക്കും. ഞാൻ വാക്ക് കൊടുത്താൽ ഞാൻ മാറാറില്ല. ഇപ്പൊ എന്ത് സംഭവിച്ചാലും അത് വാക്ക് പോലെ. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇന്റർവ്യൂവിന് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ വരുന്നവർ ആദ്യം പറയുന്നു. കുറച്ച് കുറിയിട്ടിട്ടോ അല്ലെങ്കിൽ മാലയിട്ടോ നടക്കുന്ന ആളെ സംഗി എന്ന് കളിയാക്കി വിളിക്കുന്ന ഒരു രീതിയുണ്ട്. മിക്കവാറും അടിയിൽ നോക്കിയാൽ മൊത്തം തെറിയ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. നീ ചോദിച്ചു മനസ്സിലല്ലേ? ഞാനത് വായിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് തിരിഞ്ഞ എന്റെ കൗണ്ടർ ഞാൻ പറയും, ടൈപ്പ് ചെയ്യില്ല. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളാരാണ്. ഞാൻ ഇനി ടൈപ്പ് ചെയ്തിട്ടാണ് ആദ്യം പിടിച്ച് കയറാൻ. ഭയങ്കര ബുദ്ധിയാണ്. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരണ? എന്തിനാ അതിന് പോണത്? പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, ഇവിടെ സേഫ് അല്ല. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊന്ന് വേഷം കെട്ടി നടക്കണമെങ്കിൽ അവനും കൂടെ തോന്നണം. എന്ത് പ്രഹസനമാണ് സജി. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ? അതിനുള്ളൊരു തൊലിക്കട്ടി ചിലപ്പോൾ ഉണ്ടാവില്ല. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. പൊട്ടന് ലോക പൊട്ടനാണ്, പൊട്ടന് ലോക പൊട്ടൻ. ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? എനിക്ക് ആഭരണങ്ങൾ ഇഷ്ടമാണ്, ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇത് ചേരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെയായി. എന്ത് ചെയ്തിട്ടോടൊരു മെനയാവണില്ലല്ലോ സജി. ഞങ്ങൾ പോട്ടെ.